നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം. ആദ്യം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് താഴെയായിട്ട് മാർക്കറ്റ് പ്ലേസ് ഉണ്ടാവും. അത് നമ്മൾ സെൻറ്ററിലായിട്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാണ് മാർക്കറ്റ് പ്ലേസ്. നമുക്ക് സെല് ചെയ്യാനാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ട് സെൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കണക്ക് ക്രിയേറ്റ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ലിസ്റ്റിംഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് കണക്ക് നമുക്ക് എന്തെങ്കിലും ഐറ്റം ആണോ, വെഹിക്കിൾസ് ആണോ, പ്രോപ്പർട്ടി അത് സെയിൽ ചെയ്യാനാണോ, റെൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഐറ്റംസിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ എനിക്കൊരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ഫോൺ വിൽക്കാനാണെന്ന് വിചാരിച്ചോ. അപ്പോഴത്തേക്ക് നമ്മൾ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ടൈപ്പ് നമ്മുടെ ഫോണാണെങ്കിൽ ആ ഫോണിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞിട്ട് പ്രൈസ് ഒരു നമ്മൾ എത്ര രൂപയ്ക്കാണോ വിൽക്കാൻ നോക്കുന്നത് ആ പ്രൈസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാറ്റഗറി എടുക്കണം. നമുക്ക് മൊബൈൽ ഫോൺസ് ആണ് വേണ്ടത്, ഇലക്ട്രോണിക്സ് ആണ് വേണ്ടത്. നമ്മൾ താഴെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഫാമിലീസ്, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രൊഡക്റ്റ് ബേസിൽ എന്താണോ ആവശ്യം അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയതാണോ അത് യൂസ്ഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. യൂസ്ഡ് ആണെങ്കിൽ യൂസ്ഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൊക്കേഷൻ, പ്രോപ്പർ ലൊക്കേഷൻ കൊടുക്കണം. നമ്മൾ കൊല്ലമാണെങ്കിൽ കൊല്ലം, എവിടെയാണ് വിൽക്കാൻ നോക്കുന്നത്. നമ്മളിപ്പോൾ കൊല്ലത്തല്ല, നമ്മളിപ്പോൾ കൊച്ചിയിലാണെങ്കിൽ കൊച്ചി എന്ന് പറഞ്ഞ് കൊടുക്കണം. ബാംഗ്ലൂരാണെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ലിസ്റ്റിംഗ് നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന് ഹൈഡ് ചെയ്യണമെങ്കിൽ ആ രീതിക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പബ്ലിഷ് കൊടുക്കുക. അപ്പോൾ ഫോട്ടോസ് ആഡ് ചെയ്തുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കത്തില്ല. ലിസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഇതേ ഡാഷ്ബോർഡിൽ വന്നിട്ട് യുവർ ലിസ്റ്റിംഗ് എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. മുമ്പ് ഞാൻ കുറച്ച് പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതേ രീതിക്ക് കാണുന്നു. അത് എത്ര പേര് കണ്ടു, റീച്ച് ചെയ്തു, അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ്, ക്ലിക്ക് ചെയ്ത ആൾക്കാർ ഡീറ്റെയിൽസ്, എൻക്വയറീസ് എല്ലാം ഇതിൽ തന്നെ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. താങ്ക് യു.